ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പറഞ്ഞിരുന്നത്. കേൾക്കാത്തവരെല്ലാവരും തന്നെ അത് കേൾക്കണം. വളരെ പ്രത്യേകതയുള്ള ഒരു ഭാഗമായതുകൊണ്ടാണ് വീണ്ടും അത് പറയുന്നത്. അതിൻ്റെ തുടർച്ചയുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ തുടർച്ച ഇടാം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു അസുരനെ പറ്റിയാണ് പറയുന്നത്. ആ അസുരന് ഭഗവാൻ മോക്ഷം നൽകി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഭൗമാസുരൻ 16,000 രാജകുമാരിമാരെ വിവിധ കൊട്ടാരങ്ങളിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിരുന്ന ഭൗമാസുരനെന്ന അത്ഭുത കഥാപാത്രത്തെ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ വധിച്ച കഥ ശുകദേവ ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിക്കുന്നതായി ശ്രീമദ് ഭാഗവതം വർണ്ണിക്കുന്നുണ്ട്. അസുരന്മാർ എന്നും ദേവന്മാർക്ക് ഒരു തലവേദനയാണ്. ഭൗമാസുരൻ ശക്തനായി തീർന്നപ്പോൾ വരുണദേവൻ്റെ സിംഹാസനത്തിൽ നിന്നും വെൺകൊറ്റക്കൊട തട്ടിയെടുത്തു. ദേവമാതാവായ അതിഥിയുടെ കർണാഭരണങ്ങൾ കൈവശപ്പെടുത്തി. ദിവ്യപർവ്വതമായ മേരുവിൻ്റെ ഒരു ഭാഗം കീഴടക്കുകയും അതിലെ മണിപർവ്വതമെന്ന പ്രദേശത്ത് താമസമുറപ്പിക്കുകയും ചെയ്തു. അതിനാൽ സ്വർലോകാധിപതിയായ ഇന്ദ്രൻ ഭൗമാസുരനെതിരായി കൃഷ്ണനോട് പരാതി ബോധിപ്പിക്കാൻ ദ്വാരകയിലെത്തി. സ്വർഗാധിപതിയായ ഇന്ദ്രൻ്റെ ആവലാതി കേട്ടയുടൻ സത്യഭാമയോടൊത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൗമാസുരൻ്റെ വാസസ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഗരുഡൻ്റെ പുറത്തു കയറിയാണവർ യാത്ര തിരിച്ചത്. ഗരുഡൻ അവരെയും കൊണ്ട് ഭൗമാസുരൻ്റെ രാജധാനിയായ പ്രാഗ്ജ്യോതിഷപുരത്തേക്ക് പറന്നു. പ്രാഗ്ജ്യോതിഷപുരം ശക്തമായ കോട്ടകളാൽ സുരക്ഷിതമാക്കിയതിനാൽ അവിടെ പ്രവേശിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ഒന്നാമതായി 4 ദിക്കുകളെയും സംരക്ഷിച്ചുകൊണ്ട് അതിശക്തമായ 4 കോട്ടകൾ ഉണ്ടായിരുന്നു. അടുത്ത അതിർത്തി നഗരത്തെ ചുറ്റിയുള്ള ജലം നിറഞ്ഞ ഒരു തോടാണ്. അഗ്നി കൊണ്ടുള്ള മറ്റൊരു സുരക്ഷാ സംവിധാനം. അതിനെ ചുറ്റി മുരൻ എന്നൊരു മായാസുരൻ നിർമ്മിച്ച മുള്ളുവേലി. ആധുനിക ശാസ്ത്ര പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പോലും ഈ നഗരം സുഭദ്രമായി സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നാണ് സാരം. അവിടെ എത്തിയ ഉടൻ ഗദാപ്രഹരം കൊണ്ട് കൃഷ്ണൻ കോട്ടകൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി. അസ്ത്രപ്രയോഗങ്ങൾ കൊണ്ട് സൈന്യശക്തിയെ തലങ്ങും വിലങ്ങും ചിതറിച്ചു കളഞ്ഞു. തൻ്റെ പുകൾപെറ്റ സുദർശന ചക്രം കൊണ്ട് അഗ്നി കൊണ്ട് തീർത്ത തടസ്സത്തെ നേരിട്ടു. ശംഖധ്വനി മുഴക്കി. യുദ്ധവീരന്മാരുടെ ഹൃദയം മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന യുദ്ധസാമഗ്രികളും തകർത്തു. തൻ്റെ അജയ്യമായ ഗദാഘാതത്താൽ നഗരത്തെ ചുറ്റിയുള്ള വൻമതിലുകളും ഭഗവാൻ ശ്രീകൃഷ്ണൻ തകർത്തു കളഞ്ഞു. പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ പ്രളയകാലത്തെ ഇടിനാദം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശംഖനാദം. ഈ മുഴക്കം കേട്ടുണർന്ന മുരൻ എന്താണ് സംഭവിച്ചതെന്നറിയാൻ പുറത്തു വന്നു. 5 തലയുള്ള അയാൾ ദീർഘകാലമായി ജലാന്തർഭാഗത്തായിരുന്നു വാസം. വളരെയധികം തേജസ്വിയായിരുന്നു മുരാസുരൻ. ജ്വലിക്കുന്ന അഗ്നി പോലെയായിരുന്നു അയാളുടെ മുഖഭാവം. അയാളുടെ ദേഹദീപ്തി നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കാൻ പറ്റാത്തത്ര രീതിയിൽ വെട്ടിത്തിളങ്ങിയിരുന്നു. പുറത്തു വന്നയുടനെ അസുരൻ ത്രിശൂലവുമായി പരമപുരുഷന്റെ നേരെ കുതിച്ചു. ഒരു മഹാസർപ്പം ഗരുഡനെ ആക്രമിക്കുന്നത് പോലെയായിരുന്നു മുരാസുരൻ്റെ കടന്നാക്രമണം. അയാളുടെ കോപഭാവം അതിരൂക്ഷമായിരുന്നു. 3 ലോകങ്ങളും ഒരുമിച്ച് വിഴുങ്ങാൻ
ഒരുമ്പെട്ടിരിക്കുന്നത് പോലെയാണ് അയാളെ കാണപ്പെട്ടത്. കൃഷ്ണന്റെ വാഹനമായ ഗരുഡനെയാണ് അയാൾ ആദ്യം ആക്രമിച്ചത്. ശൂലം ചുഴറ്റിക്കൊണ്ട് 5 മുഖങ്ങൾ കൊണ്ടും സിംഹഗർജനം പോലെ അയാൾ അലറി. അയാളുടെ മുഖത്തു നിന്നും പുറപ്പെട്ട ഗർജനം പ്രപഞ്ചമൊട്ടാകെ മാത്രമല്ല, ത്രിലോകങ്ങളും വിറച്ചു. ഇപ്രകാരം പ്രപഞ്ചം മുഴുവൻ ആ ഹുങ്കാര ശബ്ദം നിറഞ്ഞു നിന്നു. മുരന്റെ തൃശൂലം ക്രമേണ തൻ്റെ വാഹനമായ ഗരുഡൻ്റെ നേരെ കുതിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കണ്ടു. ഉടൻ തന്നെ കൈയടക്കം കൊണ്ടെന്ന പോലെ ശൂലത്തിനു നേരെ 2 അസ്ത്രം ഒരുമിച്ച് പ്രയോഗിച്ച് അതിനെ മുറിച്ചു കളഞ്ഞു. ഒപ്പം അനേകം അസ്ത്രങ്ങൾ കൊണ്ട് മുരാസുരൻ്റെ വക്ത്രങ്ങൾ പിളർന്നു. യുദ്ധതന്ത്രത്തിൽ ഭഗവാൻ തന്നെ കടത്തി വെട്ടിയിരിക്കുന്നതായി കണ്ട മുരാസുരൻ അത്യന്തം രൂക്ഷനായി. അദ്ദേഹത്തെ ഗദ കൊണ്ടടിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ്റെ ഗദ തന്നെ സമീപിക്കുന്നതിനു മുമ്പ് ഭഗവാൻ തൻ്റെ ഗദ കൊണ്ട് മുരൻ്റെ ഗദ തവിട് പൊടിയാക്കി. ആയുധം നഷ്ടപ്പെട്ട മുരൻ തൻ്റെ ശക്തമായ ബാഹുക്കൾ കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ നേരിടാൻ തീരുമാനിക്കുന്നു. എന്നാൽ സുദർശന ചക്രത്തിൻ്റെ സഹായത്താൽ ഭഗവാൻ കൃഷ്ണൻ അസുരൻ്റെ 5 ശിരസുകളും ശരീരത്തിൽ നിന്നും വേർപെടുത്തി. അതോടെ ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റ് പർവ്വത ശിഖരം സമുദ്രത്തിൽ പതിക്കുന്നതുപോലെ അസുരൻ വെള്ളത്തിൽ വീണു. മുരാസുരന് 7 പുത്രന്മാരുണ്ടായിരുന്നു. താമ്രൻ, അന്തരിക്ഷൻ, ശ്രവണൻ, വിഭാവസു, വസു, നഭസ്വാൻ, അരുണൻ. ഇവരൊക്കെ പൊങ്ങച്ചക്കാരും പിതാവിൻ്റെ മരണം മൂലം പ്രതികാരദാഹികളും ആയിരുന്നു. തിരിച്ചടിക്കാൻ കടുത്ത രോക്ഷത്തോടെ കൃഷ്ണനുമായി ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുകയായിരുന്നു അവർ. ആവശ്യമായ ആയുധങ്ങൾ കൊണ്ട് സുസജ്ജരായി പീഠൻ എന്ന അസുരനെ സർവസൈന്യാധിപനാക്കി ഭൗമാസുരൻ്റെ ആജ്ഞയനുസരിച്ച് അവർ സംഘടിതമായി ഭഗവാൻ കൃഷ്ണനെ ആക്രമിച്ചു. ഭഗവാന്റെ മുമ്പിലെത്തിയ അവർ വാൾ, ഗദ, കുന്തം, അസ്ത്രം, ശൂലം മുതലായ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ വർഷിക്കാൻ തുടങ്ങി. എന്നാൽ അദമ്യവും അപരിമേയവുമാണ് പരമപുരുഷന്റെ ശക്തിയെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഭഗവാൻ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ഭൗമാസുരൻ്റെ പടയാളികളുടെ അസ്ത്രങ്ങൾ മുഴുവൻ ധാന്യമണികൾ പോലെ പൊടിച്ചു കളഞ്ഞു. ഒടുവിൽ കൃഷ്ണൻ തൻ്റെ ആയുധപ്രയോഗത്താൽ സർവസൈന്യാധിപനായ പീഠനെയും സഹായികളെയും വധിച്ചു. അവരുടെ സൈനിക വേഷം പിച്ചിച്ചീന്തി. അവരുടെ ശിരസും കൈകാലുകളും തുടയും ഉടലിൽ നിന്നും വേർപെടുത്തി. അവരെല്ലാം മൃത്യുവിൻ്റെ അധിപനായ യമരാജൻ്റെ സന്നിധിയിലെത്തി. ഭൗമാസുരൻ നരകാസുരൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. കാരണം അയാൾ ഭൂമിദേവിയുടെ പുത്രനാണ്. തൻ്റെ ഭടന്മാരും സേനാധിപന്മാരും മുഴുവൻ യുദ്ധഭൂമിയിൽ പരമപുരുഷന്റെ ആയുധമേറ്റു മരിച്ചതിൽ അയാൾ ഭഗവാന്റെ നേരെ അത്യന്തം ക്രുദ്ധനായി തീർന്നു. അപ്പോൾ അയാൾ കടൽ തീരത്തു ജനിച്ച് അവിടെ വളർന്ന അനേകം ആനകളോടൊപ്പം നഗരത്തിന് പുറത്തു വന്നു. അവയെല്ലാം മദ്യപിച്ച് ഉന്മത്തരായിരുന്നു. അവർ പുറത്തു വന്നപ്പോൾ വൈദ്യുത പ്രഭയിൽ ജ്വലിക്കുന്ന സൂര്യന് സമീപം ഒരിരുണ്ട മേഘം പോലെ ശ്രീകൃഷ്ണനും പത്നിയും ശൂന്യാകാശത്ത് സുന്ദരമായി നിലകൊള്ളുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ ഒറ്റയടിക്ക് 100 കണക്കിന് യോദ്ധാക്കളെ വധിക്കാൻ കഴിവുള്ള ശതഖനി എന്ന ആയുധം ഭൗമാസുരൻ അവരുടെ നേരെ എറിഞ്ഞു. ഒപ്പം തന്നെ അയാളുടെ സഹായികളും അവരവരുടെ ആയുധങ്ങൾ ഭഗവാന് നേരെ പ്രയോഗിച്ചു.
തൂവൽ പിടിപ്പിച്ച അസ്ത്രങ്ങൾ കൊണ്ട് ഭഗവാൻ അവയെ നേരിട്ടു. കരചരണങ്ങളും ശിരസും ഉടലിൽ നിന്ന് വേർപെട്ടു. ഭൗമാസുരൻ്റെ പടയാളികളും സൈന്യാധിപന്മാരും ഭൂമിയിൽ പതിച്ചു എന്നതായിരുന്നു അതിൻ്റെ പരിണിതഫലം. ഒപ്പം അവരുടെ ആനകളും കുതിരകളും നിലം പതിച്ചു. ഇപ്രകാരം ഭൗമാസുരൻ്റെ ആയുധങ്ങൾ അത്രയും ഭഗവാന്റെ അസ്ത്രങ്ങളേറ്റ് ചിന്നിച്ചിതറി. ഗരുഡൻ്റെ പുറത്തിരുന്നാണ് ഭഗവാൻ യുദ്ധം ചെയ്തത്. ആനകളെയും കുതിരകളെയും തൻ്റെ ചിറകുകൾ കൊണ്ട് അടിച്ചു വീഴ്ത്തിയും അവയുടെ ശിരസിൽ നഖങ്ങൾ കൊണ്ട് മാന്തിയും കൂർത്ത കൊക്കുകൾ കൊണ്ട് കൊത്തിയും ഗരുഡൻ ഭഗവാനെ സഹായിച്ചു കൊണ്ടേയിരുന്നു. ഗരുഡൻ്റെ ആക്രമണം മൂലം ആനകൾക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവ യുദ്ധഭൂമിയിൽ നിന്നും കൂട്ടം പിരിഞ്ഞോടി. യുദ്ധരംഗത്ത് ഭൗമാസുരൻ മാത്രമാണ് ശേഷിച്ചത്. അയാൾ കൃഷ്ണനോടേറ്റു. കൃഷ്ണൻ്റെ വാഹനമായ ഗരുഡൻ തൻ്റെ ആനകളെയും പടയാളികളെയും വല്ലാതെ ശല്യപ്പെടുത്തുന്നത് കണ്ട ഭൗമാസുരൻ അത്യന്തം ദുഷ്ടനായി തീർന്നു. ഭാഗ്യവശാൽ ഗരുഡൻ ഒരു സാധാരണ പക്ഷിയായിരുന്നില്ല. ഭൗമാസുരൻ്റെ ഇടി ആനയ്ക്ക് പൂമാല കൊണ്ടുള്ള അടി പോലെ മാത്രമായിരുന്നു ഗരുഡന്. തൻ്റെ സൂത്രങ്ങളൊന്നും ഭഗവാനിൽ ഏശുന്നില്ലെന്ന് ഭൗമാസുരന് മനസ്സിലായി. കൃഷ്ണനെ വധിക്കാനുള്ള തൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്നുവെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അവസാനമായി അദ്ദേഹത്തിൻ്റെ നേരെ പ്രയോഗിക്കാനായി ശൂലമെടുക്കാൻ കൈനീട്ടി. ഭൗമാസുരൻ്റെ കൈ ശൂലത്തെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ സുദർശന ചക്രം കൊണ്ട് അയാളുടെ ശിരസ് ഛേദിക്കാനുള്ള പാടവം ഭഗവാനുണ്ടായിരുന്നു. കിരീടവും കുണ്ടലങ്ങളും കൊണ്ട് പ്രകാശിതമായിരുന്ന അവൻ്റെ ശിരസ് യുദ്ധഭൂമിയിൽ പതിച്ചു. ഭൗമാസുരനെ കൃഷ്ണൻ വധിക്കുന്ന അവസരത്തിൽ അയാളുടെ ബന്ധുക്കൾ ഒന്നടങ്കം നിരാശയോടെ നിലവിളിച്ചു. പുണ്യാത്മാക്കൾ ഭഗവാന്റെ ഈ ധീരമായ പ്രവൃത്തിയെ പ്രകൃതീകരിച്ചു. സ്വർലോകവാസികൾ ഭഗവാന്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു. ഈ അവസരത്തിൽ മനുഷ്യരൂപം ധരിച്ച ഭൂമിദേവി ഭഗവാന്റെ മുമ്പിലെത്തി. വൈജയന്തി രത്നം കൊണ്ട് നിർമ്മിച്ച ഒരു മാല കാഴ്ചവെച്ചു. ആശംസകൾ അർപ്പിച്ചു. അതിഥിയുടെ കർണാഭരണങ്ങൾ തിരികെ കൊടുത്തു. വരുണൻ്റെ വെൺകൊറ്റക്കുടയും തിരിച്ചു നൽകി. മറ്റൊരു അമൂല്യ രത്നം ഭഗവാന് കാഴ്ചയായി അർപ്പിച്ചു. തുടർന്ന് ഭൂമിദേവി പരമപുരുഷനും എല്ലാ ലോകങ്ങളുടെയും അധിപനായതും ദേവന്മാരാൽ സദാ പൂജിക്കുന്നതുമായ ഭഗവാൻ കൃഷ്ണനെ പ്രണമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേവിയുടെ കൂടെ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. ദേവി ഇപ്രകാരം ഭഗവാനോട് പറഞ്ഞു: പ്രിയപ്പെട്ട ഭഗവാനെ, ഭഗദത്തൻ എന്ന ഈ കുട്ടി എൻ്റെ ഭൗമാസുരൻ എന്ന പുത്രൻ്റെ പുത്രനാണ്. പിതാവിൻ്റെ മരണം സൃഷ്ടിച്ച കരാളമായ സ്ഥിതിവിശേഷം ഇവനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ പേടി പൂണ്ട് ഇവൻ സംഭ്രാന്തനായിരിക്കുന്നു. അതിനാൽ അങ്ങയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കാനാണ് ഞാനിവനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇവന് അഭയം നൽകി അവിടുത്തെ പാദപത്മങ്ങൾ കൊണ്ട് ഇവനെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെ പാപകർമ്മങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്നും മുക്തനായി തീരാനാണ് ഞാനിവനെ അങ്ങയുടെ സമീപം കൊണ്ടുവന്നിരിക്കുന്നത്. ഭൂമിദേവിയുടെ പ്രാർത്ഥന കേട്ടയുടൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവർക്ക് ഭയാനകമായ അവസ്ഥകളിൽ നിന്നുള്ള വിമുക്തി ഉറപ്പു നൽകി. ഭഗദത്തനോട് ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്തു. തുടർന്ന് അദ്ദേഹം ഭൗമാസുരൻ്റെ സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അവിടെ ഭൗമാസുരൻ തട്ടിക്കൊണ്ടുവന്ന് തടവിലാക്കിയ 16,100 യുവരാജകുമാരിമാരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കണ്ടു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നത് കണ്ട മാത്രയിൽ തന്നെ
രാജകുമാരിമാർ ഭഗവാന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിനായി അവർ പ്രാർത്ഥിച്ചു. ഭഗവാൻ കൃഷ്ണനെ ഭർത്താവായി സ്വീകരിക്കാൻ ഒരു സങ്കോചവും കൂടാതെ അവരെല്ലാം മനസ്സിൽ തീരുമാനമെടുത്ത് കൃഷ്ണനെ ഭർത്താവായി വരേണമേ എന്ന് ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഗൗരവത്തോടും ആത്മാർത്ഥതയോടും കൂടി നിർമ്മലമായ ഭക്തിഭാവത്തോടെ അവർ തങ്ങളുടെ ഹൃദയം ഭഗവാന്റെ പാദപത്മങ്ങളിൽ അർപ്പിച്ചു. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവെന്ന നിലയ്ക്ക് അവരുടെ ശുദ്ധമായ അഭിലാഷമെന്തെന്ന് ഭഗവാന് അറിയാൻ കഴിഞ്ഞു. അവരെ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചു കൊള്ളാമെന്ന് ഭഗവാൻ നിശ്ചയിക്കുന്നു. ഭൗമാസുരൻ്റെ മരണശേഷം ഈ രാജകുമാരിമാർക്ക് തങ്ങളുടെ ഗൃഹത്തിലേക്ക് പോകാൻ നിവൃത്തിയില്ലാതിരിക്കുന്നു. അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തവും ഭഗവാനിൽ വന്നു ചേർന്നു. അതനുസരിച്ച് അവർക്ക് അനുരൂപമായ വേഷഭൂഷകളൊരുക്കി എല്ലാവരെയും പല്ലക്കിലേറ്റി ഭഗവാൻ ദ്വാരകാപുരിയിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനും സത്യഭാമയും ഇന്ദ്രപുരിയിലെത്തി ദേവേന്ദ്രനെ സന്ദർശിക്കുന്നു. കൃഷ്ണനും സത്യഭാമയും ഇന്ദ്രപുരിയിൽ നിന്നും തിരിക്കുമ്പോൾ തനിക്ക് പാരിജാത വൃക്ഷം നൽകാമെന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്ക് സത്യഭാമ ഓർത്തു. സ്വർഗത്തിലെത്തിയ ഈ അവസരം ഉപയോഗിച്ച് അവൾ ഒരു പാരിജാത പുഷ്പം പറിച്ച് ഗരുഡന്റെ പുറത്ത് വയ്ക്കുകയും ചെയ്തു. ഒരിക്കൽ ഭഗവാന്റെ മൂത്ത പത്നിയായ രുക്മിണീ ദേവിക്ക് നാരദൻ ഒരു പാരിജാത പുഷ്പം സമ്മാനിച്ചിരുന്നു. ഇതിൻ്റെ പേരിൽ സത്യഭാമയ്ക്ക് അല്പം അപകർഷതാബോധവുമുണ്ട്. ഒരു പൂവ് വേണമെന്ന് അവൾ ഭഗവാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സപത്നികളുടെ മത്സര മനോഭാവം മനസ്സിലാക്കാൻ കഴിവുള്ള കൃഷ്ണൻ വെറുതെ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഭഗവാൻ സത്യഭാമയോട് ഇപ്രകാരം ചോദിച്ചു: എന്തിന് ഒരു പൂവ് മാത്രം ചോദിക്കുന്നു? പാരിജാത വൃക്ഷം തന്നെ തരാമല്ലോ. കരുതിക്കൂട്ടി തന്നെയാണ് കൃഷ്ണൻ തന്നോടൊപ്പം സത്യഭാമയെയും കൂട്ടി ഇന്ദ്രപുരിയിലേക്ക് പോയത്. സ്വന്തം കൈകൊണ്ട് തന്നെ അവൾ പാരിജാത പൂവ് ശേഖരിക്കട്ടെ. പക്ഷേ ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള സ്വർലോകവാസികൾ ഇതിൽ ഈർഷ്യാകുലരായി. ഭൂമിയിൽ കാണപ്പെടാറില്ലാത്ത പാരിജാതത്തിൻ്റെ ഒരു തൈ സത്യഭാമ പറിച്ചെടുക്കുന്നു. ഈ തൈ കൊണ്ട് പോകുന്നതിൽ തങ്ങൾക്കുള്ള എതിർപ്പ് ഇന്ദ്രനും മറ്റു ദേവന്മാരും സത്യഭാമയെയും ഭഗവാനെയും അറിയിച്ചു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ സത്യഭാമയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ ഇക്കാര്യത്തിൽ തൻ്റെ ദൃഢമായ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. അതിനാൽ കൃഷ്ണനും ദേവന്മാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ പതിവ് പോലെ കൃഷ്ണൻ തന്നെയാണ് ജയിച്ചത്. തുടർന്ന് തൻ്റെ പത്നി തിരഞ്ഞെടുത്ത പാരിജാത വൃക്ഷം വിജയപൂർവം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അത് സത്യഭാമയുടെ കൊട്ടാരത്തിന് മുമ്പിലെ ഉദ്യാനത്തിൽ നടുകയും ചെയ്തു. ഈ അസാധാരണ വൃക്ഷം മൂലം സത്യഭാമയുടെ ഉദ്യാനം അത്യന്തം മനോഹരമായി തീർന്നു. പാരിജാതം ഭൂമിയിലെത്തിയതോടെ അതിൻ്റെ സൗരഭ്യവും കൂടെ പോന്നു. അതിൻ്റെ സൗരഭ്യവും മധുവും തേടി ദിവ്യഹംസങ്ങളും ഭൂമിയിലേക്ക് കുടിയേറി. ദേവേന്ദ്രൻ്റെ അമ്മയ്ക്ക് ഭൗമാസുരൻ മൂലം നഷ്ടപ്പെട്ട കർണാഭരണങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അമരാവതിയിലെത്തിയത്. അത് കിട്ടിയതിൽ ഇന്ദ്രൻ അതീവ സന്തുഷ്ടനുമായിരുന്നു. എന്നാൽ സ്വർഗരാജ്യത്തു നിന്നും കൃഷ്ണൻ ഒരു പൂച്ചെടി പറിച്ചപ്പോഴേക്കും ഇന്ദ്രൻ യുദ്ധത്തിന് തയ്യാറായി. ഇത് ഇന്ദ്രൻ്റെ സ്വാർത്ഥ താല്പര്യത്തെയാണ് കാണിക്കുന്നത്. ഭഗവാന്റെ പാദപത്മങ്ങളിൽ ശിരസ് മുട്ടിച്ച് പ്രാർത്ഥിച്ചവനാണ് ഇന്ദ്രൻ. എന്നാൽ സ്വന്തം കാര്യം നിറവേറ്റിക്കഴിഞ്ഞപ്പോഴേക്കും അയാൾ മറ്റൊരു തരം ജീവിയായി മാറി. ഇതാണ് ഭൗതിക മനുഷ്യൻ്റെ പെരുമാറ്റ രീതി. സ്വന്തം ലാഭത്തിൽ മാത്രമേ ഭൗതിക മനുഷ്യർക്ക് താല്പര്യമുള്ളൂ. ഈ ലക്ഷ്യപ്രാപ്തിക്കായി ആരെയും ഏതു രീതിയിലും വണങ്ങാൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല.
എന്നാൽ സ്വാർത്ഥം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവർ സുഹൃത്തുക്കളല്ല. ഈ സ്വാർത്ഥതാ മനോഭാവം ഭൂലോകത്തുള്ള മനുഷ്യരിൽ മാത്രമല്ല കാണപ്പെടുന്നത്, ഇന്ദ്രനിലും മറ്റു ദേവഗണങ്ങളിൽപ്പെട്ട ആളുകളിലും ഇത് പ്രകടമാണ്. അമിതധനം മനുഷ്യനെ സ്വാർത്ഥനാക്കുന്നു. സ്വാർത്ഥനായ മനുഷ്യൻ കൃഷ്ണാവബോധം സ്വീകരിക്കുന്നില്ല. അത് മനസ്സിലാക്കി തരുന്നതിനാണ് ഈ വിധം കഥകൾ പറയുന്നത്. ഇന്ദ്രനെ പരാജയപ്പെടുത്തിയ ശേഷം കൃഷ്ണൻ ഭൗമാസുരന്റെ അധീനതയിൽ നിന്നും കൊണ്ടുവന്ന 16,100 പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ഭഗവാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. സ്വയം 16,100 രൂപം കൈക്കൊണ്ട ഏകകാലത്ത് ഒരേ മുഹൂർത്തത്തിൽ വിവിധ കൊട്ടാരങ്ങളിൽ വെച്ച് അദ്ദേഹം അവരെ വിവാഹം കഴിച്ചു. അങ്ങനെ കൃഷ്ണനല്ലാതെ മറ്റാരുമില്ല പരമപുരുഷൻ എന്ന സത്യം സ്ഥിരീകരിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്, നാശരഹിതനാണ്. അങ്ങനെയിരിക്കെ ഈ ലീലയിൽ അത്ഭുതകരമായി യാതൊന്നും കാണേണ്ടതായിട്ടില്ല. ഭൗമാസുരൻ്റെ തടവറയിലായിരുന്ന 16,100 രാജകുമാരിമാരെ ഭഗവാൻ സംരക്ഷിക്കുകയായിരുന്നു. അവർക്ക് ഭൗമാസുരൻ്റെ മരണശേഷം മറ്റൊരാശ്രയം ഇല്ലാതായി മാറി. തിരിച്ച് സ്വഗൃഹങ്ങളിലേക്ക് അവർക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അക്കാലത്ത് നിലവിലിരുന്നത്. മറ്റൊരു വിവാഹവും അവർക്ക് നടക്കുകയില്ലായിരുന്നു. അതിനാൽ അഗതികളായ ആ 16,100 രാജകുമാരിമാരെ തൻ്റെ പത്നിമാരായി ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വീകരിക്കുകയായിരുന്നു. ഹരേ കൃഷ്ണ. ഇതാണ് ഭൗമാസുരൻ എന്ന നരകാസുരൻ്റെ കഥ. നരകാസുരൻ ഭൂമിദേവിയുടെ പുത്രനാണ്. അതിനാലാണ് ഭൗമാസുരൻ എന്ന പേര് ലഭിച്ചത്. കഥ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹരേ കൃഷ്ണ.